ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഒരു 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ വലിയ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, കുരുമുളക് നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മൾ നന്നായിട്ട് ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മൾ ചിക്കൻ എത്രയാണോ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മല്ലിപ്പൊടിയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മല്ലിപ്പൊടിയുടെ കണക്കാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും നോക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിലോട്ട് വലിയുള്ളി കൊത്തി അരിഞ്ഞതോ നീളത്തിൽ അരിഞ്ഞതോ ഏതായാലും കുഴപ്പമില്ല, അതും കൂടി ചേർത്ത് കൊടുക്കുക. നീളത്തിൽ അരിയായിരിക്കും ഒന്നും കൂടി ബെറ്റർ. നമ്മൾ നീളത്തിൽ അരിഞ്ഞ വെല്ലുള്ളിയുള്ള നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് കാണാറുള്ളത്. അതുകൊണ്ടാണ് നീളത്തിൽ അരിയാൻ പറഞ്ഞത്. ഇനി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ തന്നെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതേ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ ചെറിയ ജീരകവും വലിയ ജീരകവും കുരുമുളകൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കൈകൊണ്ട് കുഴച്ച് കഴിഞ്ഞാലുള്ളൂ നമുക്കിത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തിപ്പെടുക. ഇനി നിങ്ങൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് കുഴക്കാൻ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ കയ്യിൽ കൊണ്ട് കുഴച്ചാലൊന്നും നമ്മുടെ ചിക്കനിൽ അത്ര തന്നെ ടേസ്റ്റ് കിട്ടിക്കൊള്ളുന്നില്ല. എല്ലാ ഭാഗത്തും ഇത് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കൂല. ഈ കുരുമുളകും ഈ പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളിത് എന്ത് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താണ്. വെളിച്ചെണ്ണ കട്ടായിട്ടുണ്ട്. തണുപ്പായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണക്കൊരു ജസ്റ്റ് ഒരു കട്ട കുത്തിയ പോലെ അങ്ങനെ ഉണ്ടാവുമല്ലോ, അതേപോലെയാണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ചട്ടിയിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. കണ്ടില്ലേ, ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്നിട്ട് ആ വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കണത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ആ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലെന്ത് ചെയ്യണം, കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇവ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം വലിയുള്ളി നീളത്തിൽ അരിഞ്ഞതൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ ചിക്കനിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇതിൽ ഉപ്പ് അധികം ആവാൻ പാടില്ല. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചതച്ചത് ഇട്ട് കൊടുത്തിരുന്നു. ഇതിൽ നമ്മൾ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഈ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പൊക്കെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിൽ കൂടുതൽ ഉപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉപ്പിൻ്റെ അളവ് കുറക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് എപ്പോഴും കണക്കാക്കിയിട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കുരുമുളകൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ വീടാണെങ്കിൽ കൂടുതൽ എരിവ് പറ്റൂലെങ്കിൽ കുരുമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചതുണ്ട്, കനല്ലാതെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ള ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അപ്പം അതുപോലെ തന്നെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വരണം. ഇനി ഇത് വഴന്ന് വരെയൊക്കെ നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടും. ഇപ്പം ഇത് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. ആ സമയം കൊണ്ട് നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി സോസ് നമ്മൾ 2 പാക്കറ്റ്, ചെറിയ 2 പാക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിനായതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ചിക്കന് ഈ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ. അത് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് സേവ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ പെട്ടെന്ന്, ഇനി ചോറായാലും കടിയായാലും നെയ്ച്ചോറായാലും എന്തിൻ്റെ കൂടെ ആയാലും നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എൻ്റെ ഉപ്പാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ ഈ രീതിയിലായിരിക്കും നമുക്ക് ഇട്ട് ഇനി നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ നല്ല കോമ്പിനേഷനാണ് ഇത്. ദോശൻ്റെ കൂടെ ആണെങ്കിലും ഓട്ടൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിൻ്റെ ശേഷം ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ പറയണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി. നമ്മുടെ ടൈലറിങ്ങിൻ്റെ വേറൊരു ചാനലും കൂടെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.